ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഏർലി മോർണിംഗിൽ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി പോകുന്നത് കോർഫുഖാനിലുള്ള ഒരു കിടിലൻ ഹൈക്കിംഗ് സ്പോട്ടിലേക്കാണ്. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷനാണ് കോർഫുഖാൻ. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടെ പ്ലാൻ ചെയ്ത ലൊക്കേഷനിൽ നമ്മളെത്തി. ഡാമിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് പാർക്കിംഗ് സ്ലോട്ട്സ് അവൈലബിൾ ആണ്. അങ്ങനെ ഇന്ന് നമ്മൾ ഹൈക്കിങ്ങിന് പോകുന്നത് അൽ റഫീസ ഡാമിൻ്റെ മുകളിലുള്ള ചെറിയൊരു ഹൈക്കിംഗ് സ്പോട്ടിലേക്കാണ്. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഹൈക്കിംഗ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു മസ്റ്റ് ട്രൈ ലൊക്കേഷനാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടെ പയ്യെ ഹൈക്കിംഗ് ഒക്കെ തുടങ്ങി. ഇപ്പോൾ UAE തണവൊക്കെ സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ ഹൈക്കിങ്ങിന് പറ്റിയൊരു ക്ലൈമറ്റാണ്. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടെ ഹൈക്കിംഗ് തുടങ്ങി. അങ്ങനെ 1-2 കിലോമീറ്റർ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കയറാൻ പറ്റി. അങ്ങനെ ഈ പോകുന്ന ആളുകളുടെ കയ്യിലെ ഹൈക്കിംഗ് സ്റ്റിക്കൊക്കെ കണ്ടപ്പോൾ നമുക്ക് ആദ്യം ഒരു തമാശയായിട്ടാണ് തോന്നിയതെങ്കിലും ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ഹൈക്കിംഗ് സ്റ്റിക്കിൻ്റെ ശരിയായ യൂസ് എന്താണെന്നുള്ളത് മനസ്സിലായത്. എന്നാലും പിന്നെയും നമ്മൾ കയറിയിട്ടത് ഒരു 80% കയറിയ ശേഷമുള്ള ഒരു വ്യൂ ആണ് ഗൈസ് ഇത്. അതേപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ചെയ്തിട്ട് കയറാൻ വേണ്ടി തന്നെ അവിടെ റെസ്റ്റിംഗ് ഏരിയകൾ അവൈലബിൾ ആണ്. അങ്ങനെ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ മുകളിലെത്തിയിട്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡൊക്കെ റീഫ്രഷ് ആവും കേട്ടോ. അങ്ങനെ ഒരുപാട് സമയത്ത് എഫേർട്ടിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സൊക്കെ മുകളിലെത്തി നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതേപോലെ തന്നെ നമ്മൾ ഒരു 20-25 മിനിറ്റോളം ഇവിടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. കുറച്ചധികം നേരത്തെ റെസ്റ്റിന് ശേഷം അങ്ങനെ നമ്മൾ തിരിച്ച് താഴോട്ട് ഇറങ്ങാൻ പ്ലാൻ ചെയ്തു. ഇപ്പോൾ ഹൈക്കിംഗ് ചെയ്തൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിലേക്ക് കയറുന്നതിനേക്കാളും കുറച്ചുകൂടെ ടഫാണ് നമ്മൾ താഴോട്ട് ഇറങ്ങുന്നത്. കാരണം നമ്മുടെ ഷൂസിന് പ്രോപ്പർ ഗ്രിപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തെന്നാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് സമയമെടുത്ത് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ താഴെ എത്തി കേട്ടോ. അങ്ങനെ താഴെ എത്തുമ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് വളരെയധികം ടയേർഡായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലൊക്കേഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന വെള്ളം തന്നെയാണ്. അങ്ങനെ ഇതിൻ്റെ സൈഡിൽ കുറച്ച് നേരം നമ്മളിരുന്ന് കയ്യും മുഖമൊക്കെ കഴുകി തണുത്ത കാറ്റൊക്കെ അടിച്ചൊന്ന് റീഫ്രഷ് ആയി. പിന്നെ ഈ ഒരു ഏരിയയിൽ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ റെസ്റ്റിംഗ് ഏരിയ തന്നെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് കയാക്കിങ് അതുപോലെ തന്നെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതുകൂടാതെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്ക് ഏരിയകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതുകൂടാതെ ഫോട്ടോസൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഹൈക്കിംഗ് ഒക്കെ കഴിഞ്ഞ ക്ഷീണത്തിൽ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തിരിച്ച് വണ്ടി എടുത്ത് നേരെ നമ്മുടെ റൂമിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ see you, bye bye. Don't forget to like